അങ്ങനെ ആവശ്യത്തിന് വേണ്ടിയിട്ട് എറണാകുളം പോകണ്ട. എറണാകുളം പോകുന്ന സമയത്ത് തൃശ്ശൂർ വരെ അരനട്ടം കൂടെയുണ്ട്. അപ്പൊ ജിഷ്ണുവും ഞാനും സഞ്ജയും കൂടെ എറണാകുളത്തേക്ക് പോകണം. ഒരു ആവശ്യത്തിന് വേണ്ടി പോകണേ. ട്രെയിനിൽ കയറിയപ്പോൾ എനിക്ക് നല്ല ഉറക്കം വന്നിട്ട് അപ്പൊ ഞാൻ കുറച്ചു നേരം കൂടെ കിടന്ന് ഉറങ്ങി. ഉറങ്ങിയ ശേഷം പിന്നെ അറിയുന്നത് നമ്മൾ കൊച്ചി എത്താറായിരുന്നു. അപ്പൊ എറണാകുളത്തിന്റെ പകുതി എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ കായലിന്റെ സൗന്ദര്യം ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ പോവാണ്. അപ്പൊ നേരെ സ്റ്റേഷനിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും പാലക്കാട് ജംഗ്ഷൻ എറണാകുളം വെച്ച് നോക്കുന്ന സമയത്ത് വളരെ ബോറായിട്ട് എറണാകുളം. വലിയ സിറ്റിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഒരു വൃത്തിയില്ലാത്ത ഒരു സ്ഥലം. പാലക്കാട് ജംഗ്ഷനാണ് അപ്പോഴും അടിപൊളി. അങ്ങനെ ഹോട്ടലിൽ കേട്ടോ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു കൈപ്പോള എന്നിട്ട് ഐറ്റം ഓർഡർ ചെയ്തിട്ടോ. ചെറിയ സ്നാക്സ് ആണ്, എന്തായാലും ഡിഫറെന്റ് ആയിട്ടുണ്ട്. അത് കഴിഞ്ഞത് അവന് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഐറ്റം വന്നിട്ടുണ്ട്. അവന് ചിരി കണ്ടോ. ഞാൻ പിന്നെ കുറച്ച് നൂലപ്പവും ഒരു മുട്ടക്കറിയും പറഞ്ഞിട്ടാ. അങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾ വീണ്ടും ഇറങ്ങി. നേരെ പോണത് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് കേട്ടോ. ആ സ്ഥലം എന്താന്നുള്ളത് പിന്നെ പറയാം. അപ്പൊ എന്തായാലും ആവശ്യങ്ങൾ കഴിഞ്ഞിട്ട് നേരെ ഒരു 3 മണിയൊക്കെ ആയപ്പോഴാണ് ട്ടോ ഞങ്ങൾ തിരിച്ചു വരുന്നത്. നല്ല വിശപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നേരെ പോകുന്നത് ഹോട്ടലിലേക്കാണ്. അപ്പൊ ഹോട്ടൽ ഭാരത് എന്ന് കണ്ടപ്പോൾ തലശ്ശേരി ബിരിയാണി കിട്ടാമെന്നുള്ള സ്ഥലമാണെന്ന്, നല്ല സ്പോട്ടാണെന്നൊക്കെ ഓട്ടോക്കാർ പറഞ്ഞപ്പോൾ കയറിയതാണ്. എന്തായാലും ഹോട്ടലിൽ പോയിട്ട് ഓർഡർ ചെയ്തിട്ടാ. നല്ല തലശ്ശേരി ബിരിയാണി, നല്ല തലശ്ശേരി ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തു. ഈ തലശ്ശേരി ബിരിയാണിയുടെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ അവിടുത്തെ ഒരു പപ്പടം കൊടുത്തു തരും കേട്ടോ. രണ്ട് ചിക്കന്റെ ഒരു വറുത്ത പീസും ഉണ്ടായിരുന്നു. എന്തായാലും നമുക്ക് ആ ഓപ്പൺ ചെയ്ത് നോക്കട്ടെ എന്തൊക്കെയാന്നുള്ളത്. മസാലയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബിരിയാണി റൈസ് വൈറ്റ് റൈസ് ആട്ടോ. റാവത്തർ ബിരിയാണി പാലക്കാട് നമ്മൾ കൂടുതൽ കഴിച്ചിട്ടുള്ളൂ. പക്ഷേ ഇവിടുത്തെ വ്യത്യസ്തമായിരിക്കും, വൈറ്റ് കളറായിരിക്കും റൈസ്. എന്ന് നോക്കുമ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ വലിയ ടേസ്റ്റ് ആയിട്ട് തോന്നുന്നില്ല. പക്ഷെ തലശ്ശേരി ബിരിയാണി എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിരിക്കും. പക്ഷെ ഇതത്ര വലിയ ടേസ്റ്റ് ആയിട്ട് തോന്നുന്നില്ല. പക്ഷെ സ്പൈസി ആയിട്ടുണ്ട്, കുഴപ്പമില്ല. നല്ല പീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗ്രേവിയും കാര്യങ്ങളൊക്കെ തിക്നെസ് ആയതുകൊണ്ട് കഴിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ റൈസ് പോലെ ടേസ്റ്റ് ആയിട്ടൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. അങ്ങനെ അതും കഴിഞ്ഞ് നേരെ ഇറങ്ങിട്ടോ എറണാകുളത്ത് ജംഗ്ഷനിലേക്ക്. അപ്പൊ എന്താ വെച്ചാല് എറണാകുളം ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞതിന് യാതൊരു വൃത്തിയില്ലാത്ത ഒരു സ്ഥലമുണ്ട്. അങ്ങനെ ഇടയിൽ കൂടെ ഇറങ്ങി ട്രെയിനിനകത്ത് നിൽക്കുകയാണ്. നേരെ നമ്മൾ തിരിച്ച് പാലക്കാട് ജംഗ്ഷനിലേക്ക് വരണം. എന്തൊക്കെയായാലും അടിപൊളിയായിട്ടുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ പാലക്കാട് ജംഗ്ഷൻ തന്നെയുണ്ട്. ട്രെയിനിൽ വരാൻ ഏറ്റവും മനോഹരമായ സ്ഥലം, അതുപോലെ തന്നെ ഏറ്റവും വൃത്തിയുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട് തന്നെയാണ്. നമുക്ക് സിറ്റിയാണ് തൊട്ട് കാര്യം കേട്ടോ. ഒരു വൃത്തിയില്ല, ഒരു വൃത്തിയും മെനയില്ലാത്ത ഒരു സ്ഥലം. കുറെ ടവറുകളും കാര്യങ്ങളും കെട്ടിടമൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ നേരെ ട്രെയിനിൽ കയറിയിട്ടോ. ട്രെയിനിൽ വലിയ തിരക്കൊന്നുമില്ല. നേരെ ഒരു സമയത്ത് ഉത്രാളിക്കാവും. ആ ഉത്രാളിക്കാവിന്റെ സായം സന്ധ്യയിലെ ഭംഗിയെ കണ്ടിട്ട് ഇങ്ങനെ വരും കേട്ടോ. ഉത്രാളിക്കാവ് നിറഞ്ഞ അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. നല്ല തെളിഞ്ഞ അടിപൊളിയായിട്ടുണ്ട് ഇപ്പൊ കാണാൻ വേണ്ടി, ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട്. അങ്ങനെ നേരെ വന്ന് അകമലിയുടെ ശാസ്താവിനെയും കണ്ടിട്ട് അതിലൂടെ നേരെ നമ്മൾ എത്തിയത് പാലക്കാട് ജംഗ്ഷനിലാണ് കേട്ടോ. അങ്ങനെ പാലക്കാട് ജംഗ്ഷനിൽ നടന്ന് നിർത്തിയിട്ട് ഒന്ന് തിരിച്ച് വീട്ടിലേക്ക്. എന്തൊരു ആശ്വാസം എന്ന് പറയും പാലക്കാട് ജംഗ്ഷൻ എത്തിയപ്പോൾ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം കേട്ടോ. ഓക്കെ ബൈ, സി യു.